ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദൈവവചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവർത്തിക്ക്, വലിയൊരു ദൈവിക വിടുതലിന് കാരണമാക്കി ദൈവം തീർക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചന പുസ്തകം 58 അധ്യായം അതിൻ്റെ 6 വാക്യം. യെശയ്യാവിൻ്റെ പുസ്തകം 58 അധ്യായം അതിൻ്റെ 6 വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിക്കുവാനിടയായത്. കൂടുതലും നാം ഈ വാക്യം വായിച്ച് കേട്ടിട്ടുള്ളത് ഉപവാസ പ്രാർത്ഥനകളിലാണ്. ഒട്ടനവധി സന്ദേശങ്ങൾ നിങ്ങൾ ഈ വചനഭാഗത്തിലൂടെ കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിനും അനുഗ്രഹത്തിനുമെല്ലാം കഴിഞ്ഞ നാളുകളിൽ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. എങ്കിലും ഇന്ന് നാം വായിച്ച ഈ വേദഭാഗത്തിലൂടെ പരിശുദ്ധനാം ദൈവം ഇന്ന് നമുക്ക് ആവശ്യമായ ഈ ദിവസങ്ങൾ, നിങ്ങൾ ഏത് സമയത്താണോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മധ്യത്തിലായിരിക്കുമ്പോഴാണോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആ വിഷയങ്ങളുടെ മേൽ, ആ മേഖലയുടെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധനാം ദൈവം വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. വിശ്വാസത്തോടെ തുടർന്നുള്ള സമയങ്ങളിൽ ഈ ദൈവവചന സന്ദേശത്തിനായി ശ്രദ്ധകളെ തിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നാം ചിന്തിച്ച വിഷയം ഇതാണ്: എന്താണ് ബന്ധനം? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധനമുണ്ട് എങ്കിൽ എങ്ങനെ തിരിച്ചറിയുവാനായി കഴിയും? അടുത്ത് നാം ചിന്തിച്ചു, ഏതൊക്കെ തരത്തിലാണ് ശത്രു നമ്മെ ബന്ധിക്കുവാനായി ശ്രമിക്കുന്നത്, ഈ ബന്ധനത്തിനകത്ത് നിന്ന് എങ്ങനെ നമുക്ക് വിടുതൽ പ്രാപിക്കാം. ഈ വിഷയങ്ങളെക്കുറിച്ച് നാം കഴിഞ്ഞ സന്ദേശത്തിൽ ചിന്തിക്കുവാനിടയായി. ഇന്ന് നാം ചിന്തിക്കുവാനായി പോകുന്ന വിഷയം ഇതാണ്: അന്യായ ബന്ധനങ്ങൾ എന്നാൽ എന്താണ്? ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. അപ്പോൾ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറയുമ്പോൾ നാം ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അന്യായ ബന്ധനം എന്ന് പറയുന്നത്. ന്യായമല്ലാതെ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കിടക്കുന്ന ബന്ധനമെല്ലാം അന്യായമായി വന്നുകൂടിയ ബന്ധനങ്ങളാണ്. അങ്ങനെ അന്യായമായി ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ബന്ധനം കിടപ്പുണ്ടെങ്കിൽ, അന്യായമായി ഒരു ദൈവ പൈതലിനെയോ ഒരു ദൈവമക്കളെയോ ഒരു കുടുംബത്തെയോ ഒരു തലമുറയോ ബന്ധിക്കുവാൻ ശത്രുവായവൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം അഴിയേണ്ടതാണ്. ആ ബന്ധനങ്ങൾ മുറുകേണ്ടതല്ല, ആ ബന്ധനങ്ങൾ അഴിയേണ്ടതാണ്. ഈ സന്ദേശം അവസാനിക്കുന്നതിന് മുന്നമേ തന്നെ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുള്ള, ഏതെങ്കിലും വിധത്തിൽ കടന്നുകൂടിയിട്ടുള്ള ബന്ധനങ്ങൾ, അന്യായ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ സർവശക്തനാം ദൈവം ആ ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തിക്കൊണ്ട് സർവശക്തനാം ദൈവം വിടിവിച്ച് പുറത്തെടുക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: എന്താണ് അന്യായ ബന്ധനം എന്ന് പറയുന്നത്? അതിന് ഞാൻ നിങ്ങളെ ഒരു വചനത്തിലേക്ക് കൊണ്ടുപോകുവാനായി ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം സങ്കീർത്തനം 18 അതിൻ്റെ 4 വാക്യം. 18-ാം സങ്കീർത്തനം അതിൻ്റെ 4 വാക്യം. അവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറഞ്ഞിരിക്കുന്ന ചില പദങ്ങളെ നമുക്ക് കാണുവാനായി കഴിയും. നമുക്ക് അതിലേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. 18-ാം സങ്കീർത്തനം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറയുന്ന പദങ്ങൾ കണ്ടോ? മരണപാശങ്ങൾ എന്നെ ചുറ്റി. 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന പദം ഇതാണ്: പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു.
18-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിന് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു. അതിനെയാണ് ദാവീദ് ഇവിടെ വിശദീകരിച്ച് പറയുന്നത്. ആ രോഗം ഒരു ബന്ധനമായി തന്റെ ശരീരത്തിൽ കയറി, അത് തന്നെ മരണത്തിലേക്ക് കൊണ്ടുപോയി. അതാണ് ഇവിടെ പറയുന്നത്, മരണപാശങ്ങൾ, മരണത്തിന്റെ കയറുകളാൽ താൻ ബന്ധിക്കപ്പെട്ടു പോയി, പാതാളത്തിന്റെ കയറുകളാൽ താൻ ബന്ധിക്കപ്പെട്ടു പോയി. മരണത്തിന്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. ഇനി ജീവിതത്തിലേക്കൊരു മടങ്ങി വരവില്ലാത്ത വിധത്തിൽ, എല്ലാം അവസാനിക്കുന്ന വിധത്തിൽ ഒരു രോഗബന്ധനത്തിനകത്ത് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നു, ദൈവത്തിന്റെ ദാസൻ ദൈവത്തോട് നിലവിളിച്ചു. ഇനി രക്ഷയില്ലെന്ന് സകലരും പറഞ്ഞ നിമിഷത്തിൽ, ആരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇല്ലാതിരിക്കുന്ന നിമിഷത്തിൽ, 6-ാമത്തെ വാക്യം 18-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. കണ്ടോ, തന്റെ കഷ്ടതയിൽ തൻ്റെ കൂടെ വിളിച്ചപേക്ഷിക്കുവാൻ, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. തൻ്റെ കഷ്ടതയിൽ താൻ ഒറ്റയ്ക്കിരുന്നു ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. അടുത്ത് 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം ആകാശം ചാഞ്ഞിറങ്ങി വന്നു. കുറച്ചും കൂടെ ഞാൻ വിശദമായി പറയാം. മരണപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനായി, രോഗത്താൽ പിടിക്കപ്പെട്ടവനായി, ജീവിതത്തിൽ ഇനി ഒരു മടങ്ങി വരവില്ലാത്ത വിധത്തിൽ സകലതും ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിക്കുന്ന ഒരു രംഗത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദായിരിക്കുന്ന സമയത്ത് ദൈവമുഖത്തേക്ക് നോക്കി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദിന്റെ നിലവിളി ശബ്ദം കേട്ട് ദൈവം ആകാശം ചാഞ്ഞിറങ്ങി വന്നു. ആകാശം ചാഞ്ഞിറങ്ങി വന്ന ദൈവം എന്താണ് ചെയ്തത്? അവൻ അസ്ത്രം എയ്ത് അവരെ ചിതറിച്ചു, മിന്നൽ അയച്ച് അവരെ തോപ്പിച്ചു. ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്? ദാവീദ് പ്രാർത്ഥിച്ചത് തന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന രോഗബന്ധനത്തിൽ നിന്നുള്ളൊരു സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഭക്തൻ മുമ്പോട്ട് പോവുകയാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിൽക്കുന്നു. ചുറ്റും നിൽക്കുന്നവരെല്ലാം പറഞ്ഞു, ഇനി ദാവീദിനൊരു മടങ്ങി വരവില്ല, ദാവീദ് ഇവിടെ തീർന്നു, ദാവീദ് ഇവിടെ അവസാനിച്ചു, ഇനി ദാവീദിന് ഒരു ജീവിതം മുമ്പോട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ, എല്ലാം അവസാനിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ ഭക്തൻ ദൈവത്തിങ്കലേക്ക് മുഖമുയർത്തിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ദൈവമേ, എനിക്കൊരു സൗഖ്യം വേണമെന്നാണ് ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. അപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം എന്ത് ചെയ്തു? ആകാശം ചാഞ്ഞ് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന ദൈവം എന്തായിരിക്കും ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ചിന്തയിൽ ഒന്ന് പറയാം. ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം, ആകാശം ചായ്ച്ചിറങ്ങി വന്ന ദൈവം ദാവീദിന്റെ ശിരസിന്റെ മീതെ കൈവച്ചുകൊണ്ട് താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ ശരീരത്തെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ആ രോഗബന്ധനത്തെ ശാസിച്ച് പൊട്ടിച്ച് ദാവീദിനൊരു സൗഖ്യം കൊടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ദൈവം ആകാശം ചാഞ്ഞിറങ്ങി വന്ന് ദാവീദിന്റെ ശിരസിന്റെ മീതെ കൈവച്ച് ദാവീദിനെ സൗഖ്യമാക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്. പ്രസ്തുത ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ അസ്ത്രം എയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. ഇവിടെ 2 പദങ്ങൾ, അവരെ ചിതറിച്ചു, അവരെ തോൽപ്പിച്ചു. എന്താ അർത്ഥം? ദാവീദിനൊരു സൗഖ്യം ലഭിക്കണമെങ്കിൽ ദൈവത്തിനറിയാം അവരെ ചിതറിച്ചാലേ പറ്റൂ, അവരെ തോൽപ്പിച്ചാലേ പറ്റൂ. ദാവീദ് പോലും അറിയാതെ ദാവീദിനെ ഒരു രോഗിയാക്കി കൊന്നുകളയുവാൻ ഒരു സംഘം ആളുകൾ അജണ്ടകൾ രൂപീകരിച്ചുകൊണ്ട് ദാവീദിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ ചിലർ ദാവീദ് പോലും അറിയാതെ പിന്നാമ്പുറങ്ങളിൽ ചില പ്രവർത്തികൾ നടത്തിയത് മുഖാന്തരം ദാവീദിന് ഈ അവസ്ഥകൾ കടന്നു വന്നു. ദൈവത്തിനറിയാ ഇതിന് എവിടെയാണ് ദാവീദിന് വിടുതൽ കിട്ടണമെങ്കിൽ എവിടെ തൊടണമെന്ന് ദൈവത്തിനറിയാ. ഇറങ്ങി വന്നിട്ട് ഇതിന്റെ തായ് വേര് കിടന്ന മണ്ഡലത്തെ ദൈവം വെട്ടി
ചിതറിപ്പിക്കേണ്ടവനെ ദൈവം ചിതറിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പരാജയപ്പെടുത്തേണ്ടതിനെ ദൈവം പരാജയപ്പെടുത്തിക്കൊണ്ട് ഭക്തന് ദൈവം ജയം കൊടുക്കുവാനിടയായി. ഒന്ന് ചിന്തിച്ചേ, ദാവീദ് ആരെയും ഉപദ്രവിക്കാൻ പോയില്ല. ദാവീദ് ആർക്കുമെതിരെ മന്ത്രവാദം ചെയ്യാൻ പോയില്ല. ദാവീദ് ആർക്കുമെതിരെ ആഭിചാരം ചെയ്യാൻ പോയില്ല. ദാവീദ് ആർക്കുമെതിരെ ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്താൻ പോയില്ല. ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നടന്നവനാണ് ദാവീദ്. എന്നാൽ ആരും അറിയാതെ ആ ദാവീദിനെ ബന്ധിച്ച് അന്യായമായി ബന്ധിച്ചൊതുക്കിക്കൊണ്ട് ഈ ഭൂമണ്ഡലത്തിൽ നിന്നും ഹല്ലേലൂയ, സ്തോത്രം, തുടച്ചു മാറ്റിക്കളയാൻ ഒരു സംഘം ആളുകൾ പദ്ധതിയിട്ടു. അത് ദൈവം അറിഞ്ഞു. ദാവീദിന്റെ പ്രാർത്ഥന കേട്ടിറങ്ങി വന്ന ദൈവം അവരെ ചിതറിച്ചു, അവരെ പരാജയപ്പെടുത്തി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, അല്ലെ, നിങ്ങൾ ആർക്കെതിരെയും ആഭിചാരമോ മന്ത്രവാദമോ ക്ഷുദ്രപ്രയോഗമോ മറ്റൊരു തരത്തിൽ ആരെയും ഉപദ്രവിക്കുവാനോ കടന്നു പോകുന്ന വ്യക്തിയല്ല. പ്രാർത്ഥനകൾക്കും ആരാധനകൾക്കും ഓടി ഓടി കടന്നുപോയി ദൈവമുഖത്തേക്ക് നോക്കി നിത്യതയെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് ന്യായമല്ലാത്ത ചില രീതിയിൽ അന്യായമായ ചില പ്രതിസന്ധികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കയറി വന്നിട്ടുണ്ടോ? ആരോഗ്യത്തോടിരുന്ന നിങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്നൊരു രോഗലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഈ ഹോസ്പിറ്റലുകളിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ രോഗം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ചില വ്യക്തി ജീവിതങ്ങൾ മരുന്നെടുത്തു, ട്രീറ്റ്മെന്റുകൾ പലതും ചെയ്തു, പക്ഷെ അവർക്ക് ഇതുവരെ ഒരു സൗഖ്യം വന്നിട്ടില്ല. രോഗബന്ധനം അന്യായമായി ആരൊക്കെയോ നിങ്ങളെ ബന്ധിച്ചൊതുക്കിക്കൊണ്ട് നിങ്ങൾ ഇനി ഭൂപരപ്പിൽ കാണരുത്. നിങ്ങളുടെ കുടുംബം ഇനി മണ്ണിൽ കാണരുത്. നിങ്ങളുടെ തലമുറ ഇനി മണ്ണിൽ കാണരുത്. നിങ്ങൾ രക്ഷപ്പെടരുത്. നിങ്ങളെ കുടുംബം രക്ഷപ്പെടരുത്. ഇനി പ്രാർത്ഥിക്കുന്നവൻ ഇവിടെ വേണ്ട, പള്ളി പോകുന്നവൻ ഇവിടെ വേണ്ട എന്ന് ചിന്തിച്ച് ചിലരൊക്കെ നിങ്ങൾ പോലും അറിയാതെ പിന്നാമ്പുറങ്ങളിൽ ചില പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നിങ്ങളെ അന്യായമായി ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം സർവശക്തനാം ദൈവം അഴിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ അന്യായമായി ബന്ധിക്കുക, പ്രാർത്ഥിക്കുന്നവനെ അന്യായമായി ബന്ധിക്കുക, പ്രാർത്ഥിക്കുന്ന ദൈവ മക്കളുടെ കുടുംബങ്ങളെ ബന്ധിച്ചൊതുക്കി കളയാ, ദേശത്ത് നിന്ന് തുടച്ചു മാറ്റിക്കളയാ. പദ്ധതി ഒരുക്കി കടന്നു വരുന്ന സകല ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, അന്യായ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഇന്ന് പകൽക്കാലം ജയമെടുത്ത് മനസ്സിലായോ? എന്താണ് അന്യായ ബന്ധനമെന്ന് മനസ്സിലായോ? ന്യായമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് സകലതും അന്യായമായ ബന്ധനമാണ്. നോക്കിയേ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദിന്റെ ജീവിതത്തിൽ ന്യായമായതൊന്നല്ല, അവനെ അന്യായമായി ബന്ധിച്ചൊതുക്കാൻ ആരൊക്കെയോ നടത്തിയ ചില പ്രവർത്തികളാണ്. പക്ഷെ എന്റെ ദൈവം ഇറങ്ങി അവരെ പരാജയപ്പെടുത്തി ചിതറിപ്പിക്കേണ്ടതിനെ ചിതറിപ്പിച്ചുകൊണ്ട് ഭക്തന് ജയം കൊടുത്ത് അവന്റെ ശരീരത്തെ ബന്ധിച്ചു വെച്ചിരുന്ന ആ രോഗത്തിന്റെ ബന്ധനത്തെ, ആ മരണത്തിന്റെ കയറുകളെ, ആ പാതാളത്തിന്റെ പാശങ്ങളെ എന്റെ ദൈവം അഴിച്ചു കളഞ്ഞ് ഭക്തനെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നുവെങ്കിൽ വിശ്വസിക്ക്, ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്യായമായി ശത്രു ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അന്യായ ബന്ധനം അത് മുറുകേണ്ടതല്ല, അത് അഴിയേണ്ടതാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ മറ്റു ചില വാക്യങ്ങളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഒന്ന് വായിച്ചേ, 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്ത്രീകൾ വാദ്യാഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവൻ അനിഷ്ടമായി. അവൻ ദാവീദിന് 10,000 കൊടുത്തു. എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടാൻ എന്തുള്ളൂ എന്നവൻ പറഞ്ഞു. 9-ാമത്തെ വാക്യം. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. നോക്കിയേ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് ശൗലിന് വിരോധമായി എന്തെങ്കിലും ചെയ്തോ? അവന്റെ മകന് വിരോധമായി എന്തെങ്കിലും ചെയ്തോ? അവന്റെ മകൾക്ക് വിരോധമായി എന്തെങ്കിലും ചെയ്തോ? അവന്റെ കുടുംബത്തിലെ മറ്റേതെങ്കിലും കുടുംബാംഗങ്ങൾക്ക് വിരോധമായി അവൻ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ശൗലിന്റെ രാജ്യത്തെ തകർക്കാനോ, ശൗലിന്റെ രാജ്യത്വത്തെ അപഹരിക്കുവാനോ, ശൗലിന്റെ രാജ്യത്വത്തിൽ നിന്നും തള്ളിക്കളയുവാനോ, ശൗലിന്റെ ചെങ്കോലിനെ പിടിച്ചെടുക്കുവാനോ ഒന്നും ദാവീദ് ശ്രമിച്ചില്ല.
ദാവീദ് നന്മയല്ലാതെ ശൗലിനും കൂട്ടർക്കും ഒരു തിന്മയും ചെയ്തില്ല. പക്ഷെ നന്മ ചെയ്ത ദാവീദിന് വിരോധമായി ഇപ്പോൾ ശൗലിന് കണ്ണുകടി, അസൂയ തുടങ്ങി. ഇത് ന്യായമോ അന്യായമോ? ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിച്ച്, ഇത്തരത്തിൽ എവിടെയൊക്കെയോ നിങ്ങളെ അന്യായമായി, നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി ചിലരൊക്കെ എഴുന്നേൽക്കുന്നില്ലേ? നിങ്ങൾ അവർക്ക് ഉപകാരം മാത്രമേ ചെയ്തുള്ളൂ, അവരെ തലമുറകൾക്ക് വിടുതലിന് വേണ്ടി മാത്രമേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അവരെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമേ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതൊരു പക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ വ്യക്തിയായിരിക്കാം, അതൊരു പക്ഷെ നിങ്ങളുടെ അയൽക്കാരനായിരിക്കാം, അതൊരു പക്ഷെ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, അത് മറ്റേതെങ്കിലും അകന്ന റിലേഷനിൽപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ ഏതൊക്കെയോ തരത്തിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എന്നാൽ ഇന്ന് ആ വ്യക്തി നിങ്ങൾക്ക് വിരോധമായി അന്യായമായി എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്യുന്നില്ലേ? ശൗൽ ദാവീദിനെ കൊല്ലുവാനായി കുന്തം ചാണ്ടിയതുപോലെ വർഷങ്ങൾ അവനെ പിന്തുടർന്ന് അവനെ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കിയതുപോലെ ചില നാളുകളായി ചിലർ നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നില്ലേ? ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പ്രാർത്ഥിച്ച കർത്താവേ, ഇത് ന്യായമല്ല, ഇത് അന്യായമാണ്. ഈ വിഷയത്തിന് എൻ്റെ ദൈവം അവിടെ നിന്ന് ഒരു പരിഹാരം തരണമേ. നാളുകളായി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചകൾക്ക് വേണ്ടി സ്തോത്രം പ്രവർത്തിച്ചും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കണ്ണുകൾ എൻ്റെ ദൈവം അവിടെ നിന്ന് തുറക്കണമേ. ഞാൻ അവർക്ക് വിരോധമായി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരുടെ തലമുറകൾക്ക് വിരോധമായി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവരുടെ കുടുംബത്തിന് വിരോധമായി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവരുടെ അകത്ത് ദുഷ്ടപിശാചിട്ട ചില ചിന്തകൾ നിമിത്തം അവരന്യായമായി ഇപ്പോൾ എനിക്കെതിരെ, എൻ്റെ തലമുറകൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, അന്യായമായി പ്രവർത്തിക്കുന്ന, അന്യായമായി നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ബന്ധനങ്ങളെ എൻ്റെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ്. ഉടമനവ ശബ്ദന, നിന്റെ ഉയർച്ച കാണുമ്പോഴുള്ള ചില കണ്ണുകളികൾ, നിന്റെ തലമുറയുടെ നന്മ കാണുമ്പോഴുള്ള ചിലരുടെ കണ്ണുകളികൾ, അസൂയകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അസൂയ ആത്മാക്കൾ വിട്ടുമാറട്ടെ. കുടുംബത്തിനും തലമുറകൾക്ക് വ്യക്തി ജീവിതങ്ങൾക്കും വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല അന്യായ ബന്ധനങ്ങളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മീറ്റിംഗിന്റെ മധ്യത്തിൽ തന്നെ അടിയ ശാസിക്ക് പ്രാർത്ഥിക്കുകയാണ്. ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടെന്നേ. ന്യായമല്ലാത്തതെല്ലാം ഇന്ന് പകൽക്കാലം അഴിയപ്പെടണം. അത് ഏത് കോണിൽ നിന്ന് വന്നതായാലും, തെക്ക് നിന്ന് വന്നതായാലും, കിഴക്ക് നിന്ന് വന്നതായാലും, വടക്ക് നിന്ന് വന്നതായാലും, പടിഞ്ഞാറ് നിന്ന് വന്നതായാലും, ഏത് മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തെ ലക്ഷ്യമാക്കി കടന്നു വന്ന അന്യായ ബന്ധനമായാലും യേശുവിന്റെ നാമത്തിൽ അത് അഴിയപ്പെടട്ടെ. ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ ദൂതനെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഒരു ദൈവപ്രവൃത്തിയെ ദൈവം നിങ്ങളുടെ ഭവനത്തിനകത്ത് ചെയ്തെടുക്കുവാൻ പോവുകയാണ്. മറ്റൊരു വാക്യം വായിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം. അത് എൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായ ഒരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ലെങ്കിൽ നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു. നോക്കിയേ, ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ആഹാബ്, വിശേഷതയുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഉടമയായിരിക്കുന്ന ആഹാബ് തൻ്റെ അരമനയ്ക്ക് സമീപമായിരിക്കുന്ന ഒരു പാവപ്പെട്ട നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ വിലയ്ക്ക് വാങ്ങിയിട്ട് അതിനെ നശിപ്പിച്ച് ചീരത്തോട്ടമാക്കുവാൻ സ്വപ്നം കാണുന്നത് ന്യായമോ അന്യായമോ? ഇന്ന് പകൽക്കാലം നിങ്ങൾക്കിത് അന്യായമായി തോന്നുന്നുണ്ടെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തെ, മുന്തിരിത്തോട്ടത്തെ, എൻ്റെ ഭവനത്തെ ചീരത്തോട്ടമാക്കി കളയാൻ, എൻ്റെ തലമുറകളെ നശിപ്പിച്ച് കളയാൻ, ദൈവാലയത്തെ ഇല്ലായ്മ ചെയ്ത് കളയാൻ, ദൈവമക്കളെ നശിപ്പിച്ച് കളയാൻ അന്യായമായി ലക്ഷ്യം വെച്ച് വരുന്ന സകല ആഹാബിന്റെ ശക്തികളും ഇന്ന് പകൽക്കാലം അഴിയണം. റീബാനവ ശംദൽ കൗഡവതരകച്ചസിയാരെ, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മുന്തിരിത്തോട്ടത്തെ, ദൈവത്തിന്റെ ആലയത്തെ സ്തോത്രം ഇല്ലായ്മ ചെയ്ത് കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ
കളയുവാൻ പദ്ധതി ഒരുക്കി വരുന്ന ആഹാബിയ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അന്യായമായി ബന്ധിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഉടമ റമന ശമൽ ഖൗഡ ദരഗച്ചസിയെ വിട്ടുകൊടുക്കരുത്, ആഹാബിന് വിട്ടുകൊടുക്കരുത്, ശത്രുവിന് വിട്ടുകൊടുക്കരുത്. തല പോകേണ്ടി വന്നാലോ, ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലോ, ദൈവത്തിന്റെ തോട്ടത്തെ ശത്രുവിന് ചീരത്തോട്ടമാക്കുവാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. നിങ്ങളുടെ ശരീരം അതിന് പിശാചിന് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ കുടുംബത്തെ പിശാചിന് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ തലമുറകളെ പിശാചിന് വിട്ടുകൊടുക്കരുത്. ചീരത്തോട്ടമാക്കുവാൻ അവസരം കാത്തിരിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അന്യായമായി ബന്ധിച്ചുകൊണ്ട് അതിനെ ഒതുക്കിക്കളയുവാൻ പദ്ധതി ഒരുക്കുന്ന ചില ആഹാബിയ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ശാസിച്ചതിന്റെ മീതെ ജയമെടുത്ത് ഉഡാരാമ ശംദൽ ഖൗഡബ. ഇത് ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്. എന്റെ തലമുറകൾ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കേണ്ടതാണ്. ഞങ്ങളുടെ ആലയം ഈ ദേശത്ത് ഫലപ്രദമായ ഒരു തോട്ടമായി തീരണം. ഇതിനകത്ത് അനേകർക്ക് ആശ്വാസങ്ങൾ ലഭിക്കണം. ഈ തോട്ടത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ആത്മാവിൽ പോരാടിയേ അടകമനവ ശംദൽ ഖൗഡബ. ചില ചെറുകുറുക്കന്മാർ അകത്ത് കയറി മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുവാൻ പദ്ധതികളിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ആത്മാവിൽ തിരിച്ചറി, അന്യായമായി തകർത്ത് കളയാ, ന്യായമല്ലാത്ത രീതിയിൽ ഒതുക്കിക്കളയാ, നിന്നെ ദേശത്ത് അപമാനിതയാക്കി കളയുവാ, അന്യായമായി ബന്ധിച്ചൊതുക്കി ഹല്ലേലൂയ നിന്നെ ആലയത്തിൽ നിന്നും ഓട്ടിക്കാൻ, കുടുംബത്തിൽ നിന്ന് ഓട്ടിക്കാൻ, തലമുറകളെ നശിപ്പിച്ച് കളയാ, ആലയത്തെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശ്രമിക്കുന്ന സകല പൈശാചിക ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശാസിച്ച് അതിന് മീതെ ജയമെടുക്കുകയാണ്. ഇത് ന്യായമല്ലെന്നേ, ന്യായമല്ലാത്തതെല്ലാം അന്യായമാണ്. നിങ്ങളുടെ സഭ ദേശത്ത് വളരുമെന്ന് പിശാചിനറിയാം. നിങ്ങൾ കടന്നു പോകുന്ന സഭ ഏതോ ആകട്ടെ, ദൈവദാസൻ നിങ്ങളുടെ സഭ തന്നെ, ദൈവദാസൻ നിങ്ങളുടെ സഭ തന്നെ. അതിന് ഈ ദിവസങ്ങളിൽ ചിലരൊക്കെ അടച്ചു പൊട്ടിച്ച് കളയുവാൻ, ഹല്ലേലൂയ സ്തോത്രം, അവിടെ കടന്നു വരുന്നവരെ കടത്തി വിടാതിരിക്കുവാൻ, എന്തിന് ആത്മീയഗോളത്തിനകത്തുള്ളവർ തന്നെ. ആഹാബ് ഇസ്രായേലിന്റെ രാജാവാണ്. അവൻ തന്നെ ഹല്ലേലൂയ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തതുപോലെ ഹല്ലേലൂയ ആത്മീയഗോളത്തിനകത്തുള്ള ചിലർ തന്നെ നിങ്ങളുടെ ആലയത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ നിശ്ചലമാക്കി കളഞ്ഞുകൊണ്ട് അവിടെ കടന്നു വരുന്ന ആത്മാക്കളെ നശിപ്പിച്ചു കളയുവാൻ, അപഹരിച്ചു കൊണ്ടുപോകുവാൻ, ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശ്രമിക്കുന്ന സകല പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഒരു ബേക്കറി കട നടത്തുന്നവനെ എപ്പോഴും എതിരാളി ഒരു ബേക്കറി കട നടത്തുന്നവനാണ്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ എപ്പോഴും ഒരു എതിരാളി ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദൈവാലയത്തിന്റെ എതിരാളികളിൽ ഒരു ഭാഗത്ത് ആരുണ്ട്? മറ്റൊരു ആത്മീയ കൂട്ടത്തിനകത്ത് നിൽക്കുന്ന മറ്റാരൊക്കെ തന്നെയാണ്. ശത്രു അകത്തുള്ള ചിലതിന് നിനക്ക് വിരോധമായി, ആലയത്തിന് വിരോധമായി, നിങ്ങൾക്ക് വിരോധമായി, പ്രവർത്തനത്തിന് വിരോധമായി, മിനിസ്ട്രിക്ക് വിരോധമായി ഹല്ലേലൂയ സ്തോത്രം കരത്തിലെടുത്തുകൊണ്ട് ഹല്ലേലൂയ നശിപ്പിക്കുവാൻ പദ്ധതി ഇടുമ്പോൾ, ചീരത്തോട്ടം ആക്കി തീർക്കുവാൻ പദ്ധതി ഇടുമ്പോൾ, ചിലരെയൊക്കെ സംഘം ചേർത്ത് നിർത്തിക്കൊണ്ട് പക്ഷത്താക്കിക്കൊണ്ട് ദൈവസഭകളെ മുടിച്ചു കളയുവാൻ പദ്ധതി ഇടുമ്പോൾ ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്കരുത്. അതിന്റെ മുമ്പിൽ കണ്ണടച്ചു കൊടുക്കരുത്. ആത്മാവിൽ പ്രതികരിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച യേശുവിന്റെ നാമത്തിൽ അന്യായ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ, ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. വിട്ടുകൊടുക്കരുത് പിശാചിന്. അന്യായ ബന്ധനങ്ങൾ അഴിയണം ഇന്ന് പകൽക്കാലം. അത് ഏത് മേഖലയിൽ ആര് കെട്ടിയ കെട്ടായാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവമത അഴിക്കുകയാണ്. മറ്റൊരു വാക്യം വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം അതിന്റെ 18 വാക്യം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം അതിന്റെ 18 വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യൻ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസ്ഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു. നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കണ്ടോ? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാം കുഴിച്ച കിണറിനെ ആര് മണ്ണിട്ട് മൂടി? ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഇത് ന്യായമോ അന്യായമോ? നോക്കിയേ, ദൈവദാസൻ പ്രാർത്ഥിച്ച് കുഴിച്ച കിണർ
അതിനകത്ത് ദൈവം തുറന്നു കൊടുത്ത ഉറവയെ ശത്രുവായവൻ എന്ത് ചെയ്യുകയാണ്? മണ്ണിട്ട് മൂടിക്കളയുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന ഉറവകളെ ശത്രുവായവൻ അടയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മണ്ണിട്ട് മൂടിക്കളയുവാൻ ചരട് വലികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ന്യായമല്ല, അന്യായമാണ്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം തുറന്ന വഴികളെ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറന്ന വഴികളെ, നാടുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് ഓപ്പണാക്കി തന്നെങ്കിൽ, നിങ്ങളുടെ തലമുറകളുടെ തുടർ വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ ദൈവം ഓപ്പണാക്കി തന്നെങ്കിൽ, നിങ്ങൾക്കൊരു ഭവനം വയ്ക്കുവാനുള്ള വഴി ദൈവം ഓപ്പണാക്കി തന്നുവെങ്കിൽ, നിങ്ങളുടെ തലമുറയുടെ വിവാഹത്തിനായി ദൈവം ഒരു വഴി തുറന്നു തന്നെങ്കിൽ, ആ നന്മയുടെ വഴികളെ, ദൈവം തുറന്ന വഴികളെ ആരും നശിപ്പിച്ച് കളയുവാൻ ശ്രമിക്കുന്ന, അന്യായമായി ബന്ധിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ വെറുതെ വിടരുത്. ഇന്ന് പകൽക്കാലം ആത്മാവി ശാസിക്ക്. ദൈവം എനിക്ക് തുറന്നു തന്ന വഴി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു തുറന്നു തന്ന ഉറവകൾ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറന്ന വഴികളെ അടയ്ക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടപിശാചേ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തോടും അഭിഷേകത്തോടും കൂടെ ഞാൻ നിന്നെ ശാസിക്കുകയാണെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറഞ്ഞ്, പടക്കളത്തിൽ പട കാണാൻ നിൽക്കുന്നവരെ ദൈവത്തിന് ആവശ്യമല്ല, പടക്കളത്തിൽ പട പൊരുതുവാൻ നിൽക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. ഇന്ന് പകൽക്കാലം കണ്ടുകൊണ്ട് നിൽക്കരുതേ, അത് പൊരുതുവാൻ പടക്കളത്തിൽ നിന്നുകൊണ്ട് ശത്രുവിനോട് പടപൊരുത്, ആത്മാവിൽ വെട്ടിക്കയറുക. എനിക്ക് തുറന്ന ഉറവ, എൻ്റെ തലമുറയ്ക്ക് തുറന്ന ഉറവ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദൈവം തുറന്ന ഉറവ, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഉറവ, അതിനെ അടയ്ക്കാൻ ഒരു ശത്രുവിനും അവകാശമില്ല, അതിനെ കൈവശമാക്കാൻ ഒരു ശത്രുവിനും അവകാശമില്ല. ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നതിനെ ഞങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്ക് ദൈവം കഴിഞ്ഞ നാളുകൾ നൽകി തന്ന നന്മകൾ, ഒരാളിലെ സ്തോത്രം, അത് നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറിപ്പോകേണ്ടതാണ്. എന്നാൽ നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറി പോകേണ്ട നന്മകളെ നിങ്ങളിൽ നിന്ന് തന്നെ ചോർത്തിക്കളയുവാൻ ശ്രമിക്കുന്ന ചില പൈശാചിക പോരുകളെ, അന്യായ ബന്ധനങ്ങളെ തിരിച്ചറിയുക. ഒരു രോഗം, അന്യായമായ ഒരു രോഗം നിങ്ങളുടെ ശരീരത്തിനകത്ത് കയറിയാൽ, ശത്രു ഒരു രോഗബന്ധനത്തെ കൊണ്ടിട്ടാൽ, നമുക്കറിയാം സുവിശേഷത്തിൽ പറയുന്നു, ആ സ്ത്രീ രക്തസ്രാവക്കാരി മുതൽ മുഴുവൻ വിറ്റവൾ ചികിത്സിച്ചും രോഗം മാറിയില്ല. അതുപോലെ നിന്റെ ശരീരത്തിൽ രോഗം കൊണ്ടിട്ട് ബന്ധിച്ച് ആലും നിന്റെ നന്മകളെ ചോർത്തിക്കളഞ്ഞ് നിന്റെ തലമുറകൾക്ക് വേണ്ടി ഒന്നും കരുതുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ശൂന്യമാക്കി കളയുവാൻ ആല് ശ്രമിക്കുന്ന ചില വ്യാപാരങ്ങളെ ആത്മാവിൽ കണ്ട് ഇന്ന് പകൽക്കാലം ശാസിക്ക്. ചില ബിസിനസ്സിനകത്ത് കൊണ്ടിട്ട് കുരുക്കി കളഞ്ഞ് അതിൽ പരാജയമാക്കി, കടവും കടത്തിന്റെ മീതെ കടവുമാക്കി, തലമുറകൾക്ക് പോലും അതൊരു ഭാരമാക്കി തീർക്കത്തക്ക രീതിയിൽ പദ്ധതി ഒരുക്കുന്ന ശത്രുവിന്റെ പദ്ധതികളെ യേശുവിന്റെ നാമത്തിൽ വെളിപ്പാടിനാൽ കണ്ട് വെട്ട്. ഓ റാബ ശംദന അടകവന ധീരകച്ചസിഹ. ചിലടത്ത് നിന്നെയും നിന്റെ തലമുറകളെ കുരുക്കിക്കളയാ, ഉറവകളെ അടച്ചുകൊണ്ട്, നന്മയുടെ വഴികളെ അടച്ചുകൊണ്ട്, നന്മകളെ നശിപ്പിച്ചുകൊണ്ട്, മുഴുവൻ മുതലുകളെയും വിറ്റു തൊലച്ച് നീ ശൂന്യമായി, ഇല്ലായ്മയായി എവിടെ ആരംഭിച്ചു അതോപോലെ സീറോയാക്കി നിന്നെ തീർത്തു കളയുവാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ കണ്ട് നീ മൗനമായിരിക്കരുത്, ആത്മാവിൽ പ്രതികരിക്കുക. ഇവിടെ പറയുന്നത് കേട്ടോ, അല്ലെ അബ്രഹാം കുഴിച്ച കിണറിനെ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയപ്പോ അല്ല തലമുറ അത് കണ്ട് മൗനമായിരുന്നില്ല. ഈസഹാക്ക് അതിനെ തിരിച്ചു കുഴിച്ചു. അങ്ങനെയെങ്കിൽ ചിലരോട് ദൈവാത്മാ പറയുകയാണ്, ഹാലലിയം നന്മകളെ ശത്രു മണ്ണിട്ട് മൂടി. ഹാലലിയ സ്തോത്രം. പാരമ്പര്യമായി ഞങ്ങൾക്ക് നന്മകൾ ഉണ്ടായിരുന്നവരാ, സ്വത്തുക്കൾ ഉണ്ടായിരുന്നവരാ, പണക്കാരാ, കാശുകാരാ. ഞാൻ സാമ്പത്തികത്തെ ഉയർത്തി കാണിക്കുകയൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ചില നന്മകളുണ്ട്. അത് നിങ്ങളുടെ കൈകളിൽ നിന്നും ആരൊക്കെയോ തട്ടിയെടുത്തിരിക്കുകയാണ്. വിടരുത്. അത് 1 സെന്റ് ഭൂമിയായാലും ശരി തന്നെ, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അർഹതപ്പെട്ട നന്മകളെ അന്യായമായി ബന്ധിച്ച് വെച്ചിരിക്കുന്ന, അന്യായമായി പിടിച്ചു വെച്ചിരിക്കുന്ന ശക്തികളുടെ കരത്തിൽ നിന്ന് എന്റെ ദൈവം റിലീസ് ചെയ്ത് നിങ്ങളുടെ കരത്തിൽ തരികയാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ചില കാശുകൾ ചിലരൊക്കെ മേടിച്ചു കൊണ്ടുപോയി, പക്ഷെ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അവരുടെ കഷ്ടതയിൽ നിങ്ങൾ അവരെ
സഹായിച്ചതാണ്, അവർക്കൊരു ഉപകാരം ചെയ്തതാണ്. എന്നാൽ അത് നിമിത്തം നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്നു, അത് നിമിത്തം നിങ്ങൾ ഇന്ന് ഞരങ്ങുന്നു, അത് നിമിത്തം നിങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതകൾ നഷ്ടപ്പെട്ടു. മാസം ശമ്പളം മേടിക്കുമ്പോൾ നിങ്ങൾക്കിടെ ആവശ്യത്തിലുള്ള നന്മകൾ അതിനകത്തില്ല. അല്ലെങ്കിൽ മാസ ആരംഭങ്ങളിൽ ആ നന്മയുടെ സ്തോത്രം പലിശയ്ക്ക് എടുത്ത കാശായിരിക്കാൻ പലിശ അടച്ച് ലോൺ അടച്ച് നിങ്ങൾ ഒരുപക്ഷെ മുടിഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പറയുന്നു ഇത് ന്യായമല്ല, എന്റെ ജീവിതത്തിൽ നടക്കുന്ന ന്യായമല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇത് അന്യായമാണ്, ഈ ബന്ധനം അഴിയേണ്ടതാണ്. അന്യായമായി ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അപ്പോ നന്മകളെ വഴികളെ മൂടിക്കളയുന്ന ഒരു ശത്രുവുണ്ട്. ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അന്യായമായി ബന്ധിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ വെട്ടുവാൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ നിങ്ങളോട് ആലോചന വിളിച്ചു പറയുകയാണ്. മറ്റൊരു വാക്യം വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. നോക്കിയേ, ആരാധിക്കുന്നവൻ ഹാബേലും ആരാധിക്കുന്നവനെ കൊല്ലുന്നവൻ കയീനുമാണ്. ഇത് ന്യായമാണോ അന്യായമാണോ? ആരാധിക്കുന്നവനെ നശിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുന്നത് ന്യായമാണോ അന്യായമാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പറഹെ, പ്രാർത്ഥിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ, ദൈവകൃപയിൽ ആശ്രയിക്കുന്നവനെ, ദൈവവചനപ്രകാരം ജീവിക്കുന്നവനെ നശിപ്പിച്ചു കളയുവാൻ ആര് ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, അത് നിന്റെ കുടുംബത്തിനകത്തുള്ള വ്യക്തിയായാലും പുറത്തുള്ള വ്യക്തിയായാലും നിന്റെ നാട്ടിലുള്ള വ്യക്തിയായാലും ഇനി 7-ാം കടലിന് അക്കരെ ഇരിക്കുന്ന വ്യക്തിയായി, ഇത് ന്യായമല്ല. ദൈവസന്നിധിയിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ദൈവ വൈതലിന് അവന്റെ കുടുംബത്തെ, അവന്റെ തലമുറകളെ ആരാധിക്കുന്നവനെ നശിപ്പിച്ചു കളയുവാൻ, ഉടച്ചു മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്ന സകല അന്യായ ബന്ധനങ്ങളും ഇപ്പോൾ അഴിയണം. ആരാധിക്കുന്നവനെ തകർക്കുവാൻ വെല്ലുവിളിച്ചുയർന്നു വരുന്ന സകല പോരുകൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ. ആരാധിക്കുന്നവരെ ശാരീരികമായി ബന്ധിച്ചൊതുക്കുവാൻ, മാനസികമായി ബന്ധിച്ചൊതുക്കുവാൻ, അവന്റെ ആരാധനയെ കൊന്നുകളയാൻ, അവനെ ജീവനോടെ ഈ ഭൂപരപ്പിൽ വെക്കാതെ തുടച്ചു മാറ്റിക്കളയാൻ പുറം മണ്ഡലങ്ങളിൽ നടക്കുന്ന ചരടുവലികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊട്ടിമാറട്ടെ. ന്യായമല്ല ആരാധിക്കുന്നവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നത്, ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശ്രമിക്കുന്നത് ന്യായമല്ല. ഇവിടെ നമ്മൾ പ്രതികരിക്കുക, മൗനമായിരിക്കാനല്ല. പ്രതികരിക്കേണ്ട മണ്ഡലങ്ങളിൽ ദൈവമക്കൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിക്കുന്നത് പ്ലഗ് ബോർഡുകൾ ഉയർത്തിക്കൊണ്ടല്ല. നമ്മൾ പ്രതികരിക്കുന്നത് സ്തോത്രം നിരാഹാരം കിടന്നുകൊണ്ടല്ല. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സ്തോത്രം പോലീസിനോട് മൽപ്പിടിച്ചുകൊണ്ടല്ല. റോഡിൽ നിരാഹാരം ഇരുന്നത് കൊണ്ടല്ല. വഴിമുടക്കിക്കൊണ്ടല്ല. നമ്മൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് വിരോധമായി ശത്രുവായവൻ ബന്ധിക്കുന്ന അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ ദൈവസന്നിധി ദൈവമക്കൾ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പ്രതികരിക്കുക. വിടരുത്. നമുക്ക് ജയം നമുക്കാണ്. നമ്മുടെ കർത്താവ് പരാജിതനല്ല, നമ്മുടെ കർത്താവ് ജയശാലിയാണ്, ജയാലിയാണ്. നമ്മുടെ ദൈവം ജയാലിയാണ്, നമ്മുടെ കർത്താവ് പരാജിതനല്ല. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ദൈവം ജയാലിയാണ്, നമ്മുടെ ദൈവം പരാജിതനല്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അന്യായ ബന്ധനങ്ങൾ അഴിയണം. മറ്റൊരു വാക്യത്തിലേക്ക് വന്ന് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്?
യോസഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നത് കൊണ്ട് യജമാനന്റെ ഭാര്യ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് യോസഫിന്റെ മേൽ കണ്ണു പതിച്ചു. എന്തിനാ യോസഫിന്റെ മേൽ കണ്ണു പതിച്ചത്? അവിടെ എഴുതിയിരിക്കുകയാണ്. അവൾ പറയുകയാണ്, എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവളുടെ ലക്ഷ്യം എന്തായിരുന്നു? അവളുടെ ലക്ഷ്യം ഇതാണ്: ദൈവത്തോട് യവനെ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പാപം ചെയ്യിപ്പിക്കുക, ദൈവത്തോട് യവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, യവന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുക, യവനെ ദൈവകൃപയിൽ നിന്നും വീഴ്ത്തിക്കളയുക, യവൻ ദർശനത്തിന്റെ സമാപ്തിയിൽ എത്താതിരിക്കുക, യവന്റെ മേൽ കിടക്കുന്ന വാഴ്ത്തത്വങ്ങൾ നിറവേറാൻ പാടില്ല, യവൻ ദർശനത്തിന്റെ പൂർത്തീകരണം കാണരുത്, യവൻ ഇവിടെ അവസാനിക്കണമെന്ന് ഹല്ലേലൂയ സ്തോത്രം അജണ്ടകൾ മെനഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പോത്തിഫറിന്റെ ഭാര്യ അവനെ വശീകരിച്ചുകൊണ്ട് അവനെ പാപം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിച്ചപ്പോൾ ഭക്തൻ അതിനെ ആത്മാവിൽ വെട്ടിമാറ്റി മുന്നേറിയെങ്കിൽ യേശുവിന്റെ നാമത്തെ ചില തലമുറകളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, ചില വ്യക്തികളെ കൊണ്ട് പാപം പറയിക്കുക, ചിലരുടെ അകത്ത് പ്രേരണകൾ തന്ന് ചിലരെ മുഷിപ്പിച്ച്, ചിലരെ കൊണ്ട് പാപത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, ചിലരെ കൊണ്ട് പാപത്തിന്റെ വീഡിയോസുകൾ കാണിച്ച്, ചിലരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് പാപത്തിന്റെ പാശങ്ങളാൽ ബന്ധിച്ചിടുക ശ്രമിക്കുന്ന ചില അന്യായ ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വെട്ടിമാറ്റ. നിങ്ങളുടെ തലമുറയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് വ്യക്തി ജീവിതങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, കൃപയിൽ നിൽക്കുന്നവനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക. സാരമില്ലെന്ന് ആളെ ചിന്തിപ്പിച്ച്, ആളെ വശീകരിച്ച്, ആ വശീകരണ വലയത്തിനകത്ത് വീഴ്ത്തി അന്യായമായി ബന്ധിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ആ സകല ഇരുട്ടിന്റെ ശക്തികളെയും ആത്മാവിൽ നിന്ന് പകൽക്കാലം ശാസിച്ച് അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. പാപം ചെയ്യിപ്പിക്കുന്ന, ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അന്യായ ശക്തികൾ ഇപ്പോൾ പരാജയപ്പെടട്ടെ. ദൂരമാന ശംദൽ കൗഡവ ചിതറേണ്ടത് ചിതറട്ടെ കർത്താവേ. നിങ്ങളുടെ തലമുറകളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക ശ്രമിക്കുന്ന ചില ശക്തികൾ, വ്യക്തികൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ കണ്ട് നിങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ അവർ പറയുന്നതാണ് അവർക്ക് വേദവാക്യം എന്നതുപോലെ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നില്ല. ചിലതൊക്കെ കാണിച്ച് മോഹിപ്പിച്ച് അവരുടെ വലയത്തിനകത്ത് കിടത്തി, അത് സുഹൃത്താകട്ടെ, അത് ബന്ധുവാകട്ടെ, അതിനി ആരോ ആകട്ടെ, യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനം പൊട്ടണ. ഓ രാമ ശംദൽ കൗഡവദന. അന്യായ ബന്ധങ്ങൾക്കകത്ത് ബന്ധിച്ചു വച്ചിരിക്കുന്ന ചിലതിനെ ആത്മാവിൽ കണ്ടുകൊണ്ടിരുന്ന പകൽക്കാലം ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ ബന്ധനങ്ങൾ പൊട്ടിച്ചത് പുറത്തു വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ നിങ്ങൾ പ്രതികരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ചിലതിനെയൊക്കെ ബന്ധിച്ചു വച്ചിരിക്കുക, ആരാധിക്കാൻ അനുവദിക്കാതെ, പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ, ആലയത്തിൽ കടന്നു പോകുവാൻ അനുവദിക്കാതെ, ആത്മാവിൽ സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ അനുവദിക്കാതെ, തലമുറകൾ ഭവനത്തിന് പ്രയോജനപ്പെടാതെ, മാതാവിനും പിതാവിനും പ്രയോജനപ്പെടാതെ ഒതുക്കി ബന്ധിച്ചു വച്ചിരിക്കുന്ന അന്യായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പൊട്ടിമാറണം ഇപ്പോൾ തന്നെ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ട് ദൈവത്തോട്. അപ്പോ ഇത് കേവലം ഒരു സന്ദേശമായി കേട്ട് അവസാനിക്കുന്നതിനപ്പുറമായി ഇതെന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ ഒരു വിടുതലായി പരിണമിക്കട്ടെ, ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ. ഞാൻ ഈ ദൂതിനെ ഏറ്റെടുക്കുകയാണ്. ഇത് എന്നോടുള്ള സന്ദേശമാണ്, ഇത് എന്റെ കുടുംബത്തിനോടുള്ള സന്ദേശമാണ്, ഇത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. നാളുകളായുള്ള എന്റെ ചോദ്യങ്ങളുടെ മറുപടിയാണ് ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഇതൊരു സന്ദേശത്തിനപ്പുറമായി ഒരു അത്ഭുതമായി വിടുതലായി എന്റെ കുടുംബത്തിനകത്ത് നടക്കട്ടെ, എന്നിൽ നടക്കട്ടെ. അപ്പാ, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. അന്യായ ബന്ധനങ്ങൾക്ക് ഇനി എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറകളുടെ മേൽ അവകാശമില്ല. ശാരീരികമായി ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, ഹല്ലേലൂയ, സാമ്പത്തിക മേഖലകളെ ബന്ധിക്കുന്ന മണ്ഡലങ്ങൾ, ആത്മീയ പ്രാർത്ഥനകളെ, ആരാധനകളെ ബന്ധിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ വ്യാപരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമേ എന്ന് ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിനകത്ത് ആഗ്രഹിക്കുന്നില്ലേ? ആ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന നിയോഗത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധനാം ദൈവം തന്റെ വചനം എന്ന വാളയച്ചുകൊണ്ട്
മാറ്റിക്കൊണ്ട്, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ആ ബന്ധനങ്ങളെ അറുത്തു മാറ്റിക്കൊണ്ട് ചിലതിനെ പരിശുദ്ധനാം ദൈവം വിടിവിച്ച് പുറത്തെടുക്കുവാൻ പോവുകയാണ്. ഓ റബാ ശംദൽ ഖൗഡാരഗച്ചസിയാരെ, മഹാപരിശുദ്ധനും നിത്യനീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന അങ്ങ് കേൾപ്പിച്ചല്ലോ. ആ വചനത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനാ മനോഭാവത്തോടെ പ്രാർത്ഥിക്കുവാനായി ഹാലലി കർത്താവേ, ഹാലലി ദൈവസന്നിധിയിലായിരിക്കും ഞങ്ങളുടെ ജനത്തെ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായി അന്യായമായി ബന്ധിക്കപ്പെട്ട് ജീവിതത്തിൽ എന്നും ദുഃഖവും ദുരിതവും സങ്കടവും വിലാപവും മാത്രം അനുഭവിച്ചു കഴിയുന്ന ചിലരെ ഞങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, അവരുടെ തലമുറകൾ വിടുതൽ പ്രാപിക്കട്ടെ. ഏതൊക്കെ മേഖലകളിലാണോ അന്യായമായി ബന്ധിച്ചിട്ടിരിക്കുന്നത്, ആ മേഖലകളിൽ നിന്ന് ആ കെട്ടുകളെ അഴിച്ച് കുടുംബങ്ങളെ, വ്യക്തികളെ, തലമുറകളെ പരിശുദ്ധനാം ദൈവം ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അപ്പച്ചൻ കേട്ടുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾ കർത്താവേ ആ വിശ്വാസത്തോടെ ഹാലലിയ ദൈവമേ ആ വിടുതലുകളെ ഏറ്റെടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. സർവശക്തനാം ദൈവം ആ വിടുതലുകളെ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.